നീ കണ്ട ഞാൻ നോക്കിയില്ല. കാണിച്ചുതരാം. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10-15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല, അവിടെ വന്ന് നിൽക്കാൻ പറ. അല്ല, സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു നിനക്ക്. ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്. അങ്ങനെ എല്ലില്ലാതെ ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറയും. അല്ലെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് നമ്മളാണ്. കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര ചമ്പവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. അതിനിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി. നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായിത്തൊന്ന് പറഞ്ഞ് തല്ലുണ്ട് ഞാൻ കണ്ട. എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവരോട് പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? കാരണത്തിനാല് പെടകൊള്ളാത്തതിന്റെ വിവരക്കെടാ നീ പറയുന്നത്. അതിലുണ്ട് കേട്ടോ, എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇതിന് വില ഉണ്ടായിരുന്നു. സത്യം പറയാലോ, കാലിന്റെ അടിയിൽ പൊടിയുടെ വില എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. സത്യമായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഞാൻ മോഡലായിട്ട് ഒരു പിക്ചർ ഇട്ടാൽ തന്നെ അവര് പറയും തുണിയില്ല, സ്കിൻ കാണിക്കുന്നു. ആ ഡിസൈനറിന്റെ ഡിസൈനാണ് ഞാൻ ഇടുന്നത്. എനിക്ക് തുണിയില്ലാന്ന് പിക്ചർ ഒക്കെ ഇട്ടാന്നേ ഉള്ളൂ, അവര് പറയുന്ന രീതി വെച്ചിട്ട്. പക്ഷെ അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ഈ വിവരമില്ലാത്ത കുറേയും ഈ മഞ്ഞക്കാരിപ്പുണ്ട്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. കുറേ ആൾക്കാർ അവരാണ് ഇത് ഇടുന്നത്. അത് അവരുടെ ജീവിത അങ്ങനെയും പറയാം. വല്ലവന്റെ ലൈഫ് വിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അത് അവരുടെ അസുഖമാണ്. നമ്മൾ അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. അതിനെ അങ്ങനെ കണ്ടാൽ മതി. അയ്യോ, അസുഖമുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാലേ ഒരു സഹതാപം നമുക്ക് അവരോട് തോന്നുള്ളൂ. അവർ ഏതോ മറയത്തിരുന്നിട്ട് കണ്ടവന്റെ ജീവിതം വിറ്റ് ജീവിക്കുന്ന ആൾക്കാർ. അവർ രാവിലെ അണ്ണാക്കിലോട്ട് 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. ഞാൻ വെല്ലുവിളിക്കുന്നു, കഷ്ടപ്പെട്ട് ജീവിക്കാൻ അവർ തയ്യാറാണോ? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഞാൻ അവരുടെ ചെലവിലല്ല, ഞാൻ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന. ഞാൻ അവർ പറയുന്ന ഒരു കമന്റിന് വേണ്ടി എന്റെ ജീവിതം തുറക്കാൻ ഞാനില്ല. എവിടെ പോണു? വെള്ളം കുടിക്കാം. കൈ കിട്ടി അവരെ തല്ലി ഞാൻ കാലൊടിക്കും. എന്റെ കൊച്ചിനെ പറയുന്നോടാന്ന് ചോദിച്ചു. എന്റെ കാര്യം പോക്കാ, കേസ് ആകെ തിരിച്ചു. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമാൻ പറഞ്ഞ സാധനമാണ്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയി. ഷെഫീന ബീബിയെ നാളെ അങ്ങോട്ട് ടാർണിഷ് ചെയ്യും. ഷെഫീന ബീബിയുടെ ചാനൽ അങ്ങോട്ട് തീർത്ത് കിട്ടും. ഷെഫീന ചെവിയെ മുട്ടയിടും. നിനക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഷെഫീന ബീബിയെ ഒരു ഉണ്ടേ ഇടാനില്ല. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. അതിനെതിരെ നിങ്ങൾ കേസ് കൊടുത്ത് അത് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. 5-6 കൊല്ലത്തേക്ക് ജയിലിലിടത്തില്ല. അങ്ങനെ യാതൊരു പ്രോബ്ലം എനിക്ക് വരാനും പോകുന്നില്ല. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ. എന്ത് ചെയ്യാനാ, അതിന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി.